നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യ സാർ, ചാനലിലേക്ക് സ്വാഗതം. സാർ, ഇന്ന് ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിക്കൊണ്ട് ജന്തർ മന്ദിറിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും അപഹസിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തിക്കൊണ്ട് പാറ്റ പാർട്ടി അഥവാ കൂറ പാർട്ടിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഓരോ സമരത്തിന് മുൻപിലും അവർ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞത് എന്താണോ അതിൽ നിന്ന് മാറിക്കൊണ്ട് പിന്നീട് വരുന്നു. ഇന്നിപ്പോൾ നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു, അതിനു മുൻപ് മറ്റൊന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ സാധാരണക്കാരുള്ള ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്ത് ചെയ്തു സർ സർക്കാർ ഇന്ന് വരെ ഈ സമരത്തിനെതിരെ അതല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾക്കെതിരെ? കാരണം സാധാരണക്കാരായുള്ള ജനങ്ങളുടെ മുൻപിൽ ഇത്തരത്തിൽ സമരത്തിൽ നടക്കുന്ന പോലീസിന്റെ നടപടിയായാലും മറ്റ് സമരക്കാരുടെ നടപടികളായാലും ഇത് മാത്രമാണ് കാണുന്നത്. ചോരയൊലിപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ചുവന്ന കളറടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന്റെ ആ ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. എന്താണ് സാർ സർക്കാർ ഇന്ന് വരെ എന്ത് ചെയ്തു സാർ ഈ സമരവുമായി ബന്ധപ്പെട്ട്? ഞാൻ ആ വിഷയം വളരെ വ്യക്തമായി സൂചിപ്പിക്കാം. അതിനു മുമ്പ് ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചോദ്യപേപ്പർ ചോർന്നു, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് വാർത്ത വരുമ്പോൾ എവിടെ നിന്ന് ചോർന്നു, ആര് ചോർത്തി, ഈ കാര്യം ആരും മിണ്ടുന്നില്ല. ഈ ചോദ്യപേപ്പർ ഇന്ത്യ മുഴുവൻ ഉള്ള നീറ്റ് പരീക്ഷ എഴുതുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തുന്ന ചോദ്യപേപ്പറാണ്. പക്ഷെ ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ആ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ JMM, ജാർഖണ്ഡ് മുസ്ലിം മോർച്ച എന്ന് പറയുന്ന JMM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഷിബു സോറൻ എന്ന് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. അവിടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ഇർഫാൻ അൻസാരി എന്നാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതായത് ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഇത് ചോർത്തിയത്. CBI അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആരും പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള കളി നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് സമരക്കാർ പറയുന്നു. സമരം ചെയ്യുന്ന ആൾക്കാരോട് കേന്ദ്രമന്ത്രിമാർ നേരിട്ട് സ്ഥലത്ത് ചെന്ന് സംസാരിച്ചു. ജഗത് പ്രകാശ് നദ്ദാജി എന്ന് പറയുന്ന മോശം മന്ത്രിയൊന്നുമല്ല. അദ്ദേഹം പാർട്ടിയുടെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് പോയി ഇവരോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് പാർലമെന്റിൽ ഉള്ളിൽ ചർച്ച ചെയ്യാനല്ല താല്പര്യം, രാജിവെച്ചാൽ മതി. പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രതി കോൺഗ്രസ് ആണ് എന്ന് വരും. രാജ്യത്തെ നാണം കെടുത്താൻ, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ വലിയ യുദ്ധത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ ഹസ്തങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമ്മുടെ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണല്ലോ യഥാർത്ഥ പ്രസിഡന്റ്, മറ്റേത് ബൊമ്മയാണല്ലോ. ഇയാൾ ഈ കളി ഇണക്കിയിട്ട് പട്ടായിക്ക് പോയത് അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഓർക്കണം, നീറ്റ് കത്തിപ്പടരുമ്പോൾ അയാൾ ഇവിടെ ഇല്ല. അയാൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ ആരും പറയുകയില്ല. രഹസ്യ സങ്കേതത്തിലാണ്, പട്ടായയിലെ ഏതോ രഹസ്യ സങ്കേതത്തിലാണ്. പിന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ പാർലമെന്റ് തുടങ്ങാൻ പോവാണ്, നിങ്ങൾ ഇല്ലെങ്കിൽ നാണക്കേടാകും എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. വന്നപ്പോ ഏതാണ്ടൊക്കെ ഒത്തിരി പേര് കൂടെ വന്നെന്നും അവരുടെ ഫോട്ടോ വന്നെന്നും ഒക്കെ കേൾക്കുന്നു. കൃത്യമായിട്ട് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അതേപ്പറ്റി പറയുന്നേ. ഏതായാലും വൈദ്യു ചോദിച്ച ചോദ്യം ഇന്ന് രാജ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യം വളരെ വ്യക്തമായി പാർലമെന്റിനകത്ത് വിശദീകരിക്കാൻ നമ്മുടെ കേന്ദ്ര മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാണ്, പ്രധാനമന്ത്രി തയ്യാറാണ്. മാത്രമല്ല ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ചയ്ക്കെടുക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാണ് എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഇന്ത്യ മുന്നണി പറയുന്നത്.
അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? ഞാനതിന്റെ കൃത്യമായ നാൾ വഴി ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. നടന്ന സംഭവം എന്താണ് എന്നുള്ളതിന്റെ നാൾ വഴി ഒന്ന് അവതരിപ്പിക്കാൻ ഞാനതൊന്ന് എടുത്തോട്ടെ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിന് ശേഷം എത്ര വേഗത്തിലാണ് സർക്കാർ കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നീറ്റ് പരീക്ഷ നടക്കുന്നത് മെയ് മാസം 3-ാം തീയതിയാണ്. മെയ് മാസം 3-ാം തീയതി നടക്കുന്ന നീറ്റ് പരീക്ഷയിലാണ് ഈ കോൺഗ്രസിന്റെ മന്ത്രി ഭരിക്കുന്ന ഇർഫാൻ അൻസാരി ഭരിക്കുന്ന വകുപ്പിന്റെ കീഴിൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിൻസിപ്പാൾ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചാർജുള്ള പരീക്ഷാ സൂപ്രണ്ട്, ഇവർ രണ്ടുപേരും ഇപ്പൊ അറസ്റ്റിലാണ്. ഇവർ രണ്ടുപേരും കൂടി ഇത് മോഷ്ടിക്കുന്നു. മോഷ്ടിച്ചിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നു. ഫോട്ടോ കോപ്പി എടുത്തിട്ട് ജാർഖണ്ഡിൽ വിതരണം ചെയ്യാതെ ബീഹാറിൽ വിതരണം ചെയ്യുന്നു. ബീഹാറിൽ വിതരണം ചെയ്താലുള്ള ഗുണം എന്താണ്? പഴി BJPയുടെ തലയിൽ ഇരുന്നോളൂ, കാരണം അവിടെ ഭരിക്കുന്ന BJP. അങ്ങനെ 7-ാം തീയതി ഈ ക്രമക്കേട് പുറത്തു വരുന്നു. അതായത് കൃത്യം 4-ാം ദിവസം ഇതിന്റെ വസ്തുതകൾ എവിടുന്ന് എങ്ങനെ ചോർന്നു, എങ്ങനെ പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും 4-ാം ദിവസം പുറത്തു വരുന്നു. 8-ാം തീയതി എന്ന് പറഞ്ഞാൽ 7-ാം തീയതി വിഷയം പുറത്തു വരുന്നു. 8-ാം തീയതി സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനും കേസെടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. ആ ക്രിമിനൽ നടപടി അന്വേഷണം ആരംഭിക്കുന്നു. മെയ് മാസം 12-ാം തീയതി, അതായത് 3-ാം തീയതി നടക്കുന്ന പരീക്ഷ 12-ാം തീയതി റദ്ദാക്കുന്നു. 15-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി. ഈ സംഭവത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീറ്റ് പരീക്ഷ എഴുതി ആരും ആശങ്കപ്പെടേണ്ട, നീറ്റ് പരീക്ഷ വീണ്ടും നടത്തും. എന്നിട്ട് ഭാവിയിലെ എല്ലാ പരീക്ഷകളും ഇതുവരെ നടന്ന രീതിയിലായിരിക്കില്ല, മൾട്ടി എൻക്രിപ്റ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SSC പരീക്ഷയൊക്കെ നടത്തുന്നത് പോലെ നേരിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുക. പരീക്ഷാ പേപ്പറോ ക്വസ്റ്റ്യൻ പേപ്പറോ ഒന്നുമില്ല, കാരണം തിരിമറി നടത്താൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ട് ജൂൺ മാസം 21-ന് വീണ്ടും നീറ്റ് പരീക്ഷ നടത്തി. ജൂലൈ മാസം 16-ാം തീയതി അങ്ങനെ നടത്തി, അതായത് നീറ്റ് നടത്തിയിട്ട് അതിന്റെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് 13 പേരെ CBI അറസ്റ്റ് ചെയ്ത് നിയമ നടപടികളിലേക്ക് കടന്നു. ഈ നാൾ വഴി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ കാരണം, ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ വേഗത്തിലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോ അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, ഈ പറയുന്ന ഇർഫാൻ അൻസാരി രാജിവെക്കരുത്, അല്ലെങ്കിൽ വിഷയം അങ്ങോട്ട് പോകരുത്, വിഷയം കോൺഗ്രസിലേക്ക് വരരുത്, ഇന്ത്യ മുന്നണിയുടെ തലയിലാവരുത്. കാരണം അവരുടെ സംസ്ഥാനത്ത് അവരുടെ വകുപ്പിന്റെ കീഴിൽ കോൺഗ്രസ് മന്ത്രിയുടെ കീഴിലാണ് ഇത് ചോർന്നിരിക്കുന്നത് എന്ന് പുറത്തു വരാൻ പാടില്ല. അതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കള്ളക്കളി. സർ, നമ്മൾക്കറിയാം, ഇപ്പോ നീറ്റ് എക്സാമിന്റെ പേരിലാണ് ഇവർ ഈ പ്രഖ്യാപനം അതല്ലെങ്കിൽ ഈ പത്രമാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾക്കറിയാം. യഥാർത്ഥത്തിൽ ഇതാണ് സർ, നമ്മൾക്കറിയാം, നമ്മളെ BJP ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ NDAയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിട്ടുള്ള ആർട്ടിക്കിൾ 370 ആയിട്ടുള്ള കാര്യമായാലും മറ്റൊട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിലും ഏറ്റവും അവസാനം നമ്മൾ കണ്ട് FCRA നിയമത്തിന്റെ ആ ഭേദഗതി മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് സർ? യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് ഡൽഹിയിൽ പോയി ആ സമരരംഗത്ത് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ കാരണം, ഡൽഹിയിൽ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് കേരളത്തില് ഒരു മീഡിയയും പുറത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ചക്കെടുത്ത് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അവിടെ പോയാൽ ഈ സമര രംഗത്ത് കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ, അതിന്റെ മലയാള പരിഭാഷ ഞാനിപ്പോ ഒന്ന് ഇവിടെ അവതരിപ്പിക്കാം. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്, സീതയുടെ ഭർത്താവായ രാമന് എന്തു ചെയ്യാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, നീറ്റ് പരീക്ഷയും സീതയുടെ രാമനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പക്ഷെ മുദ്രാവാക്യം അതാണ്. അടുത്ത മുദ്രാവാക്യം RSS മൂർദാബാദ്, RSS നശിക്കട്ടെ. അടുത്തത് ബ്രാഹ്മണൻ മൂർദാബാദ്, ബ്രാഹ്മണൻ നശിക്കട്ടെ.
ഇവിടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ബ്രാഹ്മണൻ പോയിട്ട് ഒരു സവർണം പോലും അല്ല, അയാൾ ആദിവാസി. എന്നിട്ട് വിളിക്കുന്നത് ബ്രാഹ്മണൻ മുർദാബാദ്. അടുത്ത മുദ്രാവാക്യം, ഭാരതമേ നീ കഷണങ്ങളാക്കി മുറിക്കപ്പെടും. ഭാരതേര് ചക്രേ ഹോഗെ എന്ന് പറയുന്ന ഭാരതമേ നീ കഷണങ്ങളായി മുറിക്കപ്പെടും, ഭാരതത്തെ വെട്ടി മുറിക്കും. അവിടുത്തെ മുദ്രാവാക്യാണ്. അടുത്ത മുദ്രാവാക്യാണ്, ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങളെ ഹിന്ദുക്കളായി ആരും വിളിക്കരുത്, ഹിന്ദുക്കൾ എന്ന് വിളിക്കരുത്. എന്തെങ്കിലും ബന്ധമുണ്ടോ നീറ്റ് പരീക്ഷയായിട്ട്? അടുത്ത മുദ്രാവാക്യം, നമ്മളിലെല്ലാമുള്ള ശക്തിയാണ് അള്ളാഹു എന്ന വാക്കുകൊണ്ട് പറയപ്പെടുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള മുദ്രാവാക്യം. അടുത്ത മുദ്രാവാക്യം, 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കുക. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി തീർക്കാൻ വേണ്ടി എടുത്തു കളഞ്ഞ് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കുക. അടുത്ത മുദ്രാവാക്യം, ഉമ്മർ ഖാലിദിനെ മോചിപ്പിക്കുക. CAA സമരത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തി ഡൽഹി കലാപം ആസൂത്രണം ചെയ്തതിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന മോചിപ്പിക്കും. അടുത്തത്, അള്ളാഹുവിന്റെ നാമം മാത്രം അവശേഷിക്കും. ഇതൊക്കെയാണ് നീറ്റ് പരീക്ഷാ വേദിയിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ. അപ്പോ എന്താണ് ഈ നീറ്റ് പരീക്ഷയുടെ പിന്നിലുള്ള ചേതോവിഹാരം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എന്താ പറയുന്ന, സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ 20 ജീപ്പും വാനുമാണ് തകർത്തത്. കല്ലെറിഞ്ഞ് തകർത്തു, അടിച്ചു തകർത്തു, എന്നിട്ട് മറിച്ചിട്ടു. ഇതിന്റെ ഒന്നും വീഡിയോ ഇവിടെ ആരും കാണിക്കാനല്ലോ. 118 പോലീസുകാരാണ് ആശുപത്രിയിൽ പോയത്. അതിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉണ്ട്, ഗർഭിണിയായിട്ടുള്ള ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ട്. മാത്രമല്ല, ഈ 118 പോലീസുകാർ ആശുപത്രിയിലാകുമ്പോൾ സമരക്കാർ എത്ര പേരാ പോയത്? 60-ൽ താഴെ ആൾക്കാരാണ് പരിക്കുമായിട്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ആരെയാണ് ആക്രമിച്ചതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇതൊന്നും മീഡിയ പറയില്ല. ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു വയനാടുകാരന് 20 വയസ്സുള്ള ഒരു അലി അംജദ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഇന്റർവ്യൂ മനോരമ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അവൻ അവിടെ പറയുന്നത് കേട്ടാൽ തന്നെ കാര്യം മനസ്സിലാവും, ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ഇസ്ലാമിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അവൻ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ആ പാവ പയ്യനെ ആരാണ്ട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ അവൻ വിളിച്ചു പറയുന്നത് കേട്ടു. നമ്മുടെ നികുതി പണം കൊണ്ടാണ് നരേന്ദ്രമോദി കോട്ട് തിരിക്കുന്നത്, നരേന്ദ്രമോദി കോട്ടുണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. ഇവനൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഇവിടെ നിന്നൊക്കെ വളരെ വ്യക്തമാണ് എന്താണ് ലക്ഷ്യം. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, BJP ഭരണത്തിൽ നിന്ന് ഭാരതത്തെ വീണ്ടെടുക്കുക, വൈദേശികമായിട്ടുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അടക്കമുള്ള ലക്ഷ്യമാണ് ഇത്. അതിനുവേണ്ടിയാണ് ഇവരിപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം നീറ്റും അല്ല, അല്ലെങ്കിൽ പരീക്ഷയല്ല, കുട്ടികളുടെ ഭാവിയുമല്ല. അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇതിന്റെ FCRA നിയമ ഭേദഗതി വന്നതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിലെന്താണ് സർ പറയുക? ഈ FCRA നിയമവുമായിട്ട് ഇതിന് വളരെ ബന്ധമുണ്ട് എന്ന് ഇന്ന് നമുക്ക് നല്ലൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ വലിയൊരു ഗുണമുണ്ട്. ഈ കോഴി കട്ടവന്റെ തലേ പപ്പുണ്ടോ ഇവൻ തപ്പി നോക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മീഡിയ വിഭാഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മെത്രാപോലീത്ത യൂഹാനോൻ മർദിയോസ് കോറസ് ഇന്ന് കോട്ടയത്ത് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഞാൻ ഇതിനെ പിന്തുണയ്ക്കും എന്ന്. അപ്പൊ കാര്യം മനസ്സിലായി. ഇന്നലെ വരെ ഒരു പരീക്ഷാ പ്രശ്നത്തിൽ ഇടപെടാത്ത മെത്രാപ്പൊലീത്ത ഇവിടെ ചാടി ഇറങ്ങി. കാര്യം എന്തായിരിക്കും? FCRAയുടെ കാര്യത്തിൽ കൈകൊള്ളിയതായിരിക്കും. അപ്പോ സത്യത്തിൽ ഈ സമരരംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ എടുത്തു നോക്കൂ. ഇപ്പൊ വാങ്ചുക് എന്ന് പറയുന്ന ആളുണ്ട്, അയാളുടെ FCRA ലൈസൻസ് വർഷങ്ങൾക്ക് മുമ്പേ സർക്കാർ കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ കട്ട് ചെയ്ത് കളയാൻ കാര്യം? ഇയാൾ കൊണ്ടുവന്ന പൈസ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. അയാളുടെ പൈസ വേറൊരു സംഘടനയ്ക്ക് നിയമവിരുദ്ധമായിട്ട് കൈമാറി കൊടുത്തു എന്നുള്ള തെളിവ് സഹിതം പിടിച്ചപ്പോ പറയാൻ മറുപടിയില്ല. അന്ന് പൂട്ടിയതാണ് അങ്ങേരുടെ അക്കൗണ്ട്. ഇതുപോലെ വേറെ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ കേജ്രിവാൾ കൂടെ കൂടിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധി കൂടെ കൂടിയിട്ടുണ്ട്, പിന്നെ ഷബ്ന ആസ്മി എന്നൊക്കെ പറഞ്ഞ സിനിമാ താരങ്ങൾ കൂടെ കൂടിയിട്ടുണ്ട്. ഈ സിനിമാ താരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോർക്ക് ഇവര് സിനിമ അതൊന്നുമല്ല. ഇവർക്കൊക്കെ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ ഓരോ ഏർപ്പാടുണ്ട്. അതിന്റെ പേരിൽ FCRA അക്കൗണ്ട് ഉണ്ട്. ഈ FCRA അക്കൗണ്ടിൽ കൂടി വിദേശത്ത് നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ വരുന്നുണ്ട്. അതിന്റെയൊക്കെ കടക്കൽ കത്തിവെച്ച FCRA നിയമ ഭേദഗതി വന്നതോടെ ഈ കള്ളപ്പണക്കാരെ മുഴുവൻ മോദിക്കെതിരായി. അപ്പൊ മോദി അടിക്കാൻ കിട്ടിയ ഒരു സമയത്ത് ഇവരെല്ലാം കൂടെ ഡൽഹിക്ക് വണ്ടി കയറുകയാണ്. കേരളത്തിൽ നിന്ന് എന്ത് ആൾക്കാരാ പോയിരിക്കുന്നതെന്നറിയോ?
മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, MLA മാര്, ഇടതുപക്ഷം, വലതുപക്ഷം, സിനിമാക്കാര് എല്ലാരും പോയിട്ടുണ്ട്. അപ്പോ ഈ പോക്കൊക്കെ കൊള്ളാം. ഇവിടെ സിനിമാക്കാരനെതിരെ ഉള്ള നിശബ്ദമായിട്ടുള്ള വാമൂടിക്കെട്ടിയ പ്രകടനമൊക്കെ അവർ കണ്ടിട്ട് കാണും. ടൊവിനോ തോമസിന്റെ വീടിന്റെ മുമ്പിൽ നടന്ന കാര്യമൊക്കെ കണ്ടിട്ട് കാണും. അതൊരു സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സിനിമാക്കാർ അധികം ചാടുമെന്നും തോന്നുന്നില്ല. ഇവന്റെയൊക്കെ പടം ഇവിടെ റിലീസ് ചെയ്ത് ഓടേണ്ടതാണല്ലോ, ലാഭം, പൈസ കിട്ടേണ്ടതല്ലേ. അതുകൊണ്ട് ഈ കൊണ്ടുപോയവരൊന്നും പൈസ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അവര് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയി നമ്മുടെ രഞ്ജിനി ഹരിദാസിനെ വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ റിട്ടയർ ചെയ്ത സെലിബ്രിറ്റികൾ വരെ പോയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ എല്ലാവരും ഇപ്പൊ അവിടെ പോയി ആഘോഷിക്കുകയാണ്. അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ഹലാൽ ഭക്ഷണവുമായിട്ടും കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. ഗംഭീര. അപ്പൊ അവിടെ ചെന്നപ്പോ ഹലാൽ വേണ്ടെന്നൊക്കെ പറയുന്നതായിട്ടും കേട്ടു. എന്തായാലും ഭയങ്കര ആഘോഷമാണ് നടക്കുന്നത്. ഇതിന്റെ പുറകിൽ നടക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നീക്കമാണ്. FCRA വഴി ആയിരക്കണക്കിന് കോടി രൂപ വന്നുകൊണ്ടിരുന്ന, അത് തിന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയിൽ കിട്ടിയ തക്കത്തിന് മോദിക്കിട്ട് അടിക്കാനാണ് ഇവരെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, എന്താ ഇത് അടിച്ചമർത്താത്തെ, എന്താ പിരിച്ചുവിടാത്തെ, എന്താ സർക്കാർ അനങ്ങാത്തെ എന്നൊക്കെ. സർക്കാർ അനങ്ങാത്തതിന്റെ പിന്നിൽ അതിഗംഭീരമായിട്ടുള്ള അജണ്ട ചിലപ്പോൾ സർക്കാരിന്റെ കാണും. ആരൊക്കെ മാളത്തിൽ നിന്ന് പുറത്തു വരുമെന്നും, ആരൊക്കെ നേതൃത്വം കൊടുക്കുമെന്നും, ആരൊക്കെ മുദ്രാവാക്യം വിളിക്കുമെന്നും, ഏതൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതെന്നും, ഏതൊക്കെ സംഘടന, ഏതൊക്കെ നേതാക്കളാണ് ഇനി മാളത്തിൽ നിന്ന് പുറത്തു വരേണ്ടതെന്നും ഒക്കെ കാത്തിരിക്കാൻ ഒരവസരം കിട്ടിയതായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്. ഏതായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ സമരത്തിന് പോകുന്നവരൊക്കെ അവരുടെ ഐഡന്റിറ്റി കൃത്യമായിട്ടും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവര് ആരാണെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായിരിക്കുന്നു. ഇനി ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചനകളും തന്ത്രങ്ങളും രാജ്യവിരുദ്ധ നീക്കങ്ങളുമാണ് പുറത്തു വരാനുള്ളത്. അത് അധികം താമസിയാതെ തന്നെ സർക്കാർ മാന്തി പുറത്തിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു വിവരമാണ്. അതായത് സഞ്ചരിക്കാൻ പാടില്ലാത്ത ഭാരതത്തിലെ കുറച്ച് നഗരങ്ങൾ അതല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജന്തർ മന്ദറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാർത്താക്കുറിപ്പ് വന്നു എന്നുള്ളൊരു വിവരമാണ്. അതിന്റെ അടിസ്ഥാന അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചു. മാത്രമല്ല നമ്മൾക്കറിയാം സർ, ഈ സമരം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അവരുടെ കയ്യിൽ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ പതാക വന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണസിരാ കേന്ദ്രം തകർത്തതിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയാൻ വേണ്ടിയിട്ട് ലോക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ് എന്നുള്ള ഉത്തരത്തിന് അതിനെ തകർക്കാൻ വേണ്ടി വിദേശ ശക്തികൾ ഇതിൽ ഇടപെടുന്നു എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ ഒക്കുമോ സർ? തീർച്ചയായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സമര പരിപാടി സംഘടിപ്പിച്ചതിന്റെ രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഖാർഗെയുടെ ജന്മദിന പരിപാടിയിൽ വിരുന്നുണ്ടെന്നും ഭക്ഷണം കഴിക്കാൻ വരണമെന്നും പറഞ്ഞിട്ടാണ് MP-മാരെ വിളിച്ചുകൂട്ടി. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്ന MP-മാരോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്കൊരു സമര പരിപാടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവർ പുറപ്പെടുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രി കൃത്യമായിട്ടും പാർലമെന്ററി കാര്യമന്ത്രി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നു, നമ്മൾ ഏത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പുറമെ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് ചർച്ചയിലൂടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം എന്ന് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള ഒരു സമരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലേക്കുള്ള മാർച്ചാണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മറച്ചു വെച്ചു. വീണ്ടും മന്ത്രി ചോദിക്കുന്നുണ്ട്, ഈ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമവിരുദ്ധമായ സ്ഥലത്ത് കടക്കുകയും പ്രധാനമന്ത്രിയുടെ വാസസ്ഥലത്തേക്ക് കടന്നു വരികയും ചെയ്തത്? അത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാണ്, വൈദ്യു പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രിയുടെ വസതിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ എല്ലാവർക്കും ഇരച്ചു കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമല്ല, അതീവ സുരക്ഷാ മേഖലയാണ്. അങ്ങനെയുള്ള പല മേഖലകളുമുണ്ട്. പക്ഷെ അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന മറുപടി, എനിക്ക് അന്നേരം അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ അങ്ങനെ അല്ല തോന്നുന്നത്, ഇപ്പൊ ഇങ്ങനെയാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ തോന്നിയ പടി ചെയ്തു. ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം. അപ്പോ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ക്യാപ്സ്യൂളായിരിക്കും, നിർദ്ദേശമായിരിക്കും. അപ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും ക്ഷമയുടെ നെല്ലിപ്പല വരെ പോകുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചൈന മോഡൽ തിയാനൻമെൻ സ്ക്വയറിൽ നടന്നതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുക, എന്നിട്ട് കുറെ പേരെ രക്തസാക്ഷിയാക്കുക, അതിന്റെ പേരിൽ കലാപം അഴിച്ചിടുക, എന്നിട്ട് പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുക. ഈ ഇട്ടാവട്ടത്തിലുള്ള രാജ്യങ്ങളിൽ 10,000 25,000 ജനസംഖ്യ ഉള്ളിടത്തൊക്കെ നടക്കുന്ന കളി 147 കോടിയുള്ള ഇന്ത്യയോടും അതേപോലെ RSSന്റെ അതിശക്തമായ പിന്തുണയുള്ള BJPയോടും കളിക്കാമെന്നാണ് ഇവർ കരുതിയതെങ്കിൽ ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന തിരക്കഥ അപ്പാടെ തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമല്ല. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, വടക്കേ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും, തെക്കേ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും, യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ പോലും അവിടുത്തെ മുഴുവൻ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ 94 രാജ്യങ്ങളാണ്. അവിടുത്തെ മുഴുവൻ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ പോലും ഒരു ഇന്ത്യൻ ജനസംഖ്യക്കൊപ്പം വരില്ല. അത്ര വലിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ജൻസി കലാപത്തിൽ കൂടി വലിച്ചു താഴെ ഇടാമെന്നോ അധികാരം പിടിച്ചടക്കാമെന്നോ ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അതൊക്കെ വിദേശത്ത് നടക്കുമായിരിക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമാണ് അതിനുള്ള മറുപടി. സർ, നമ്മൾക്കറിയാം, ഇപ്പോ രാജ്യവിരുദ്ധർ ഇത്തരത്തിലുള്ള ഭാരതത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങളിൽ നുഴഞ്ഞു കയറുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണാറുണ്ട്. അത് രാജ്യത്തിനകത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കർഷക സമരമൊക്കെ എത്രത്തോളം ആയിരുന്നു രാജ്യവിരുദ്ധർ, അതല്ലെങ്കിൽ തീവ്രവാദികൾ. ഇപ്പൊ വയനാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരു ജിഹാദിയെ കുറിച്ച് സാറ് തന്നെ പറഞ്ഞു, അവന്റെ അള്ളാഹുവിന്റെ അവസാന ദിനങ്ങൾ അടുത്തു, ഈ ലോകത്തിന്റെ എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ആ വ്യക്തിയുടെ പോലെ എത്രയോ രാജ്യവിരുദ്ധ ശക്തികൾ മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള ശക്തികളും ഇവരിൽ ഈ നീറ്റ് എക്സാമിന്റെ എന്ന പേരിൽ ഈ നടക്കുന്ന ഈ സമരത്തിൽ നുഴഞ്ഞു കയറി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വാർത്ത പുറത്ത് പറയുമ്പോൾ അതിനൊരു തെളിവ് അടിസ്ഥാനമാക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ അതിനെ പ്രതികരിക്കുക? അതിന് 2 തെളിവുകളാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നത്. ഒന്ന്, നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാനുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരത്തില് വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഇന്ത്യയെ പല കഷണങ്ങളാക്കി മുറിക്കുമെന്നുള്ളതും, അതുപോലെ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്നുള്ളതും, രാമൻ എന്ത് ചെയ്യും, സീതയുടെ ഭർത്താവ് രാമൻ എന്ത് ചെയ്യുമെന്നുള്ളതും, അതുപോലെ തന്നെ ആധ്യാത്മിക ആചാര്യന്മാരെ ചീത്ത പറഞ്ഞുകൊണ്ടും ബ്രാഹ്മണരെ ചീത്ത പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ ഇത്ര ശക്തമായ ഒരു സമരം മുഖം തുറക്കണമെങ്കിൽ അത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെയാണ്. അതാണ് അതിനകത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരും അവരാര് തന്നെയാണെങ്കിലും അവരൊക്കെ തന്നെ വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തി FCRA ലൈസൻസ് കട്ട് ചെയ്ത് നിയമ നടപടി നേരിടുന്നവരാണ്, തെളിവ് സഹിതം പിടിച്ചവരാണ്. അപ്പൊ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശ ഫണ്ട് രാജ്യത്ത് ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവ് സഹിതം FCRA കട്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ സാന്നിധ്യവും അവിടെ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങളും വയനാട്ടിൽ നിന്ന് പോയ ജിഹാദിയുടെ പോലെയുള്ള പ്രതികരണങ്ങളും അടക്കം വളരെ വ്യക്തമായ തെളിവാണ് ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളുണ്ട്. ജോർജ് സോറോസിന്റെയും അതുപോലെയുള്ള മറ്റ് ഫൗണ്ടേഷനുകളുടെയും, ഇപ്പൊ താക്കൂർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്ന മറ്റു ഫൗണ്ടേഷനുകളും അവരുടെയൊക്കെ പണം പറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഈ കോക്രോച്ച് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോക്രോച്ച് സമരത്തെ അവര് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ മുദ്രാവാക്യം വിളികളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കെതിരെ ഉള്ള മുദ്രാവാക്യം വിളി, ഹിന്ദുക്കൾക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി എന്നൊക്കെ പറയുമ്പോഴും അത് വളരെ വ്യക്തമാണ്. ഇതുമായിട്ട് ഒരു കാലത്ത് ഒരു ബന്ധവും ഇല്ലാതിരുന്ന കേരളത്തിലെ ബിഷപ്പുമാരുടെ പേരിൽ പ്രതിഷേധം വരുന്നു എന്ന് പറയുമ്പോഴും ഇക്കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധത എന്നുള്ളത് വളരെ വ്യക്തമായി മുഖം മൂടി നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സാറേ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അപ്പൊ എന്റെ ഭാഗത്ത് വന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയാൻ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള വിട്ടുപോയിട്ടുള്ള വല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇതില് പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ നമുക്കുള്ളത്, നമ്മുടെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ച ചർച്ച ചെയ്യപ്പെടാതെ പോയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, പത്രങ്ങളുടെ പേര് സഹിതം ഞാനിപ്പോ ഇവിടെ ഒന്ന് പറയാം.
ഇത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് ഇത്രമാത്രം സെലിബ്രിറ്റികളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒഴുകുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഡൽഹിയിലേക്ക് ഒഴുകുകയാണ്. അപ്പോ അങ്ങനെ ഡൽഹിയിലേക്ക് ഒഴുകിയവര് ഇവിടെ പ്രതികരിക്കാതെ പോയ 10 കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. ഇത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെയാണ്. അതായത് PSC ടെസ്റ്റുകളിൽ പകരം ആളെ ഇരുത്തി എഴുതിച്ച് ജോലിക്ക് കയറുന്ന ഒരു പരിപാടി ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെ അവര് 2016 പിടിയിലായി 13 പേരെ സ്ഥിരമായിട്ട് ഡീബാർ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇതിന് പ്രോക്സി റൈറ്റിംഗ് എന്നാ പറയുന്നത്. പകരം ആളെ വെച്ച് എഴുതുന്ന വലിയ കുറ്റകൃത്യമാണ്. ഹിന്ദു പേപ്പർ, അതായത് ഇംഗ്ലീഷ് ദേശാഭിമാനിയായ ഹിന്ദു പേപ്പറാണ് ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. മാർച്ച് 2012 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷ നടന്നപ്പോ, അത് ഫിസിക്സിന്റെ പരീക്ഷയാണെന്നാണ് എന്റെ ഓർമ്മ, അതിലെ നിരവധി ചോദ്യങ്ങൾ ഒരു സ്വകാര്യ കോച്ചിങ് സ്ഥാപനത്തിന്റെ ഗൈഡിനകത്തുനിന്ന് എടുത്തതായിരുന്നു. പരീക്ഷ തന്നെ പിന്നീട് റദ്ദാക്കി കളയേണ്ടി വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 2019 ജൂലൈയില് സിവിൽ പോലീസ് ഓഫീസർമാരുടെ പരീക്ഷ നടത്തി. വളരെ വിവാദമായതാണ്. അതിൽ 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയത് പരീക്ഷ എഴുതാത്ത SFI നേതാക്കന്മാർക്കാണ്. അവസാനം കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അവരുടെ തന്നെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 2020 ഫെബ്രുവരി മാസത്തില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ IAS പകരമായിട്ട് സ്റ്റേറ്റിലുണ്ടായ ആ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറിയില് 5 ചോദ്യങ്ങൾ ഒരു ട്യൂഷൻ സെന്ററിൽ നിന്ന് അവര് പ്രിപ്പയർ ചെയ്ത് കൊടുത്തതാണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഓൺലൈൻ മനോരമയിൽ വന്ന വാർത്തയാണ് ഇത്. 2019 ജനുവരി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരീക്ഷയില് 100 ചോദ്യം ചോദിച്ചതിൽ 80 ചോദ്യവും ഒരൊറ്റ സ്ഥാപനത്തിലെ ഗൈഡിൽ നിന്ന് കോപ്പി അടിച്ചതായിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ് ഇത്. ഇനി 2023 ജൂലൈയില് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയില് 2025 റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ പുറത്തു വന്നു. സംഭവം എന്താണെന്നറിയാമോ? റാങ്ക് കിട്ടേണ്ടവര് 58 മാർക്ക് കിട്ടേണ്ട 10 ചോദ്യം എഴുതാതെ വിട്ടാൽ മതി. അത് പിന്നീട് മാർക്ക് ഇട്ട് കൊടുക്കും. എഴുതിപ്പോയാൽ പിന്നെ മാർക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് എഴുതാതെ വിട്ടാൽ മതി. അങ്ങനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അതും കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. 2025 ഒക്ടോബറില് LD ക്ലർക്ക് പരീക്ഷ എറണാകുളത്തും വയനാട്ടിലും ചോദ്യ പേപ്പർ ചോർന്നു. കേരള കൗമുദിയിലെ വാർത്തയാണ്. 2024 ഒക്ടോബറിൽ LD ക്ലർക്ക് പരീക്ഷയിലെ 7 ചോദ്യങ്ങൾ ഫിഷ്ഫെഡിന്റെ പരീക്ഷയിൽ അതേപടി ആവർത്തിച്ചു വന്നു. ഇത് മാതൃഭൂമി വാർത്തയാണ്. 2024-25 ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടന്ന പരീക്ഷയില് ഒരു സ്ഥാപനത്തിൽ നിന്ന് അവിടെ പഠിച്ച 40 കുട്ടികൾ പരീക്ഷ എഴുതി 38 പേർക്കും ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാറ് തന്നെയായിരുന്നു ചോദ്യം ഇട്ടത്. ഇതും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. 2026 ജൂലൈ 16 LGS പരീക്ഷയിലെ 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷ ചോർന്നു. അതിന്റെ ക്രമക്കേട് വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. 1.5 ലക്ഷം പേർക്കാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. ഈ 10 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറഞ്ഞത്, ഈ 10 കാര്യങ്ങൾ നടന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഇല്ല, ഒരു സമരവും ഇല്ല, ഒരു കോക്രോച്ചും ഇല്ല, ആർക്കും ഒത്തും മിണ്ടുകയും വേണ്ട. ഇതാണ് സംഭവം. ഇനി കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് മുമ്പ്, ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലായി 124 തവണയാണ് കേന്ദ്ര, അതായത് ഓൾ ഇന്ത്യ പരീക്ഷയും സംസ്ഥാന പരീക്ഷയും അടക്കം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. ഞാനതിന്റെ ലിസ്റ്റ് തന്നെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. ജമ്മു കാശ്മീരിൽ 5 തവണ ചോർന്നു, പഞ്ചാബിൽ 2 തവണ, ഹരിയാനയിൽ 5 തവണ, രാജസ്ഥാനിൽ 10 തവണ, ഗുജറാത്തിൽ 8 തവണ, മഹാരാഷ്ട്രയിൽ 9 തവണ, കർണാടകത്തിൽ 6 തവണ, കേരളത്തിൽ 10 തവണ, തെലങ്കാനയിൽ 3 തവണ, തമിഴ്നാട്ടിൽ 2 തവണ, ആന്ധ്രയിൽ 2 തവണ, മധ്യപ്രദേശിൽ 7 തവണ, ഉത്തർപ്രദേശിൽ 9 തവണ, ഡൽഹിയിലും ഓൾ ഇന്ത്യ കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ 27 തവണ, അരുണാചലിൽ 1 തവണ, അസാമിൽ 6 തവണ, മണിപ്പൂരിൽ 1 തവണ, ത്രിപുരയിൽ 1 തവണ, പശ്ചിമ ബംഗാളിൽ 10 തവണ. 124 തവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന സ്റ്റേറ്റ് തിരിച്ചുള്ള ലിസ്റ്റാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇവിടെ ഒരു പ്രതിഷേധവും ഇല്ല, ഒരു മുദ്രാവാക്യം വിളിയില്ല, ഒരു പാറ്റ പഴുതാര പാർട്ടിയില്ല. അവിടെ ഒന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, ബുദ്ധിജീവികളില്ല, സിനിമാക്കാരില്ല, പ്രതികരണമേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ
22 കൊല്ലത്തെ ചരിത്രമാണ് ഞാനിപ്പോ ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാർഖണ്ഡ് മുക്തി മോർച്ച അവരുടെ മുന്നണി, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ, അതായത് ഹർഷാദ് അൻസാരി എന്ന് പറയുന്ന, ഇർഫാൻ അൻസാരി എന്ന് പറയുന്ന മന്ത്രി, കോൺഗ്രസിന്റെ മന്ത്രി, അയാളുടെ കീഴിലാണ് ഇത് ചോർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് അട്ടിമറി തന്നെയാണ് എന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ട. പക്ഷെ അന്വേഷണം CBI നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് റിസൾട്ട് പുറത്തു വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സത്യങ്ങളെല്ലാം പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും, വിളിച്ചു പറയപ്പെടും എന്ന ഭയം കൊണ്ടാണ് പാർലമെന്റ് നടക്കുന്ന സമയത്ത് പോലും ചർച്ച വേണ്ട, ഞങ്ങൾ പുറത്ത് സമരം ചെയ്തോളാം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. മാന്യപ്രേക്ഷകരെ, ഇത് രാജ്യത്തിനെതിരെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ, രാജ്യദ്രോഹികളുടെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. സമാധാനത്തോടെ പോകുന്നു നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ വളർച്ചയ്ക്കും, എന്തിനേറെ ഓരോ ജനങ്ങളുടെയും, ഇത് കാണുന്ന ഓരോ ജനങ്ങളുടെയും ആ സമാധാനത്തോടെയുള്ള ജീവിക്കാനുള്ള ആ അവസ്ഥ, അതല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ പോയിട്ടുള്ള ഈ യുദ്ധത്തെ നമ്മൾ നേരിടേണ്ടത് സമാധാനത്തോടെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം കൂറകളായിട്ടുള്ള, പാറ്റകളായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികൾ, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പാറ്റകൾ അതല്ലെങ്കിൽ കൂറകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ നശിപ്പിക്കാറ് എന്നുള്ളത്, ആ രീതിയിൽ തന്നെ അവരെ നശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന, അതല്ലെങ്കിൽ ഈ വാർത്തകൾ വീക്ഷിക്കുന്ന അഭിനയ പാടവത്തോടുകൂടി ചുവന്ന പെയിന്റ് അടിച്ചുകൊണ്ടും അതല്ലെങ്കിൽ പരിക്ക് പറ്റിയെന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടും ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന ഈ രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടുകൊണ്ടും അത്ര കണ്ട് വിഷമിക്കുന്ന, അതല്ലെങ്കിൽ ഈ പാറ്റകൾക്ക് മനസ്സുകൊണ്ട് പിന്തുണയിലേക്ക് പോകുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറ്റൊരു ചാനലും കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ടൂൾ കിറ്റ് എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെട്ടുകൊണ്ട് വിദേശ ശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ, ജിഹാദികളുടെ ഫണ്ട് അതല്ലെങ്കിൽ അമേദ്യം ഭക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജയസൂര്യൻ സാർ എല്ലാ ഒരു ഭാഗവും കവർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ യാഥാർത്ഥ്യം, നഗ്ന സത്യങ്ങൾ, അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ റെഫർ ചെയ്തുകൊണ്ട്, കാരണം രാവിലെയാണ് സാർ ഈ വാർത്ത നമുക്ക് ഈ ഒരു ചർച്ച നടത്തണം എന്ന് പറഞ്ഞത്, അതിനുവേണ്ടി മണിക്കൂറുകൾ ചിലവഴിച്ചുകൊണ്ടാണ് ഈ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് ഈ വാർത്ത എത്തണം, യാഥാർത്ഥ്യങ്ങൾ എത്തണം. ഇത്തരത്തിലുള്ള കൂറകളെ ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ നശിപ്പിക്കാറ്, അതേ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി ഓരോ ജനാധിപത്യ വിശ്വാസിയും ഓരോ രാജ്യസ്നേഹിയും പച്ചയ്ക്ക് രംഗത്ത് വരേണ്ട വലിയ ആപത്ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. എന്തായാലും സാർ ഒരുപാട് നന്ദി, ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ത്യാഗപൂർണമായിട്ടുള്ള ആ ഒരു റഫറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.